ഹായ് മിലിമീറ്റർ. എന്താ 2 ദിവസമായി കാണാനേ ഇല്ല, എവിടെ പോയി? അതോ നിന്റെ മുഖം കണ്ട് ബോറടിച്ചില്ലേ, അതുകൊണ്ടൊന്ന് മാറിക്കാന്ന് കരുതി. ഓ, അപ്പൊ ഇന്നെന്തിനാ വന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? എന്തായാലും നീ എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോന്ന് കരുതി. ഹായ്, കടിച്ചേ? താ കാർത്തി പ്ലീസ്. എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. നിനക്ക് വേണ്ടി കൊണ്ടുവന്ന എനിക്ക് നീ ഇതാരുടെയാന്ന് നിനക്കറിയോ? അമ്മ പോയ ശേഷം എന്റെ വീട്ടിലിരുന്ന ഒരേ ഒരു സ്വത്ത് അച്ഛന്റെ ഫോട്ടോയും അനിയത്തിയുടെ ചെയിനോ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാ. അവൾ എന്നെ വിട്ടു പോകുമ്പോ അവൾക്ക് 10 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവളും നിന്നെ പോലെ തന്നെയായിരുന്നു. വലിയ കണ്ണ്, ചബ്ബി ചീക്സ്, ഈ രൂപം പോലും. നിന്നെ കാണുമ്പോ എല്ലാം അവൾ വളർന്ന് എന്റെ കൺമുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നേ. അതുകൊണ്ടാ ഈ ചെയിൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചിട്ടില്ല, ജീവനോട് തന്നെയുണ്ട് എന്റെ കൺമുന്നിൽ. അപ്പൊ ഞാനും ആരും ഇല്ലാത്തവളല്ലേ? എനിക്കും സ്വന്തമായി ഒരു ചേട്ടനുണ്ടല്ലേ? താങ്ക്സ്. ഇതുവരെ ഉറങ്ങിയില്ലേ? പച്ച ഊന്തിനെ നീ കണ്ടിട്ടുണ്ടോ? അറിയാം, പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. കണ്ണാടിയിൽ പോയി നോക്ക്, കാണാം. മനസ്സിലായില്ല. മനസ്സിലാവില്ല. നിന്റെ കണ്ണടഞ്ഞിരിക്കുക, ബോധം പോയിരിക്കുക, നിനക്കൊന്നും മനസ്സിലാവത്തില്ല. കണ്ണിന്റെ കാര്യത്തിന് ഡോക്ടർ അടുത്ത് പോവാം. ബോധം പോയാ നോവേ, ഡെയ്സി മാമിനെ കണ്ടേ പറ്റൂ. നീ അല്ല സംസാരിക്കുന്നേ, നിന്റെ അഹന്തയാ സംസാരിക്കുന്നേ. അല്പം സുന്ദരിയാണല്ലോ, അതിന്റെ അഹന്ത. നിനക്കിപ്പോ എന്താ പ്രശ്നം? എന്തെങ്കിലും മനസ്സിലാവുന്ന പോലെ ക്ലിയർ ആയി പറ. ഇപ്പൊ എന്തു പറ്റി? നിനക്കറിയില്ല നീ എന്താ ചെയ്തിട്ട് വന്നേ? നിനക്കറിയില്ല. അവന്റെ അടുത്ത് നിനക്കെന്താ കാര്യം? സത്യം ചെയ്തല്ലേ മിണ്ടില്ലാന്ന്? പിന്നെന്തിനാ അവന്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ട് ചെല്ലുന്നേ? ഓ, അതാണോ കാര്യം? അവൻ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? അവൻ എന്റെ മിണ്ടില്ലാന്ന് പറഞ്ഞിട്ട് അറിയില്ലെന്ന് വിചാരിച്ചോ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? മുമ്പാണെ നിങ്ങൾ വേറെ വേറെ ഗ്രൂപ്പ്, ഇപ്പൊ എല്ലാം ഒന്നും ആയില്ലേ? അപ്പൊ പിന്നെ എന്താ മിണ്ടി? ഇപ്പൊ എന്താ കുഴപ്പം? അവൻ എന്താ പറഞ്ഞതെന്നറിയാതെ കണ്ടു. വെറുതെ ഉരുളാതെ. എന്നെപ്പറ്റി നിനക്ക് എന്തു തോന്നുന്നു? വെറുതെ ഇത് തട്ടിക്കളിക്കാമെന്ന് വിചാരിച്ചോ? നീ പറയുന്നതെല്ലാം വിശ്വസിച്ച് നിന്റെ പിന്നാലെ ചുറ്റി കളിക്കണം ഞാൻ, പട്ടിക്കുട്ടിയെ പോലെ. ഒരുപാട് സംസാരിക്കണ്ട. സ്കൂളിൽ 1000 കുട്ടികളുണ്ട്, നിന്റെ അടുത്ത് മാത്രം മിണ്ടാൻ പാടുള്ളൂ. നിനക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പ്രശ്നം എനിക്കല്ല, നിനക്കാ. ഒത്തിരി ക്ലവറായിട്ട് സംസാരിക്കല്ലേ. ഇപ്പോഴേ ഇത്രയും വലിയ അഹങ്കാരം. ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ് മറ്റുള്ളവരെ പോലെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എത്ര പേരെ വളച്ചേനെ. മതി, നിർത്ത്. കാട് കയറല്ലേ. പറയാനൊട്ട് സമ്മതിക്കുന്നുമില്ല. നീയാ മനസ്സിലാക്കാത്ത. അതെങ്ങനാ? സ്വന്തം അച്ഛനെ വിശ്വസിക്കാത്തവന് പിന്നെ മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇനി എന്നോട് മിണ്ടാനോ അടുക്കാനോ വന്നു പോകരുത്. മതിയാ എനിക്ക്. ഇവിടെ അവസാനിപ്പിക്കാം എല്ലാത്തിനും താങ്ക്സ്.